എമ്പുരാൻ എന്ന സിനിമയും പൃഥ്വിരാജിൻ്റെ അവാർഡും. ഈ വർഷത്തെ അവാർഡ് പൃഥ്വിരാജിന് തന്നെ കിട്ടുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷേ പൃഥ്വിരാജിന് കൊടുത്തില്ല. പൃഥ്വിരാജ് എമ്പുരാൻ എന്ന സിനിമ എടുത്തപ്പോൾ അതിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് യോജിക്കാത്ത ചില ഭാഗങ്ങൾ അതിലുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം പൃഥ്വിരാജിനെ ഇപ്രാവശ്യത്തെ അവാർഡിൽ നിന്ന് ഒഴിവാക്കിയത് എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. പക്ഷേ എനിക്ക് വേറൊരു അഭിപ്രായം കൂടെ തോന്നുന്നുണ്ട്. അത് ഞാൻ വഴിയേ പറയാം. ഇപ്രാവശ്യം കൊടുത്ത അവാർഡുകളിൽ കേരള സ്റ്റോറിക്ക് കൊടുത്ത അവാർഡാണ് തീരെ യോജിക്കാത്തതായി തോന്നിയത്. അതൊരു റിയൽ കഥയല്ല, വെറുതെ ഒരു സംസ്ഥാനത്തെ അധിക്ഷേപിക്കുന്ന ഒരു സിനിമയായിരുന്നു. കേരളത്തിലെ സ്ത്രീകളുടെ ജീവിത രീതികളൊക്കെ തന്നെ മാറ്റിയും മറിച്ചും ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരു പ്രപ്പകണ്ട സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ആ സിനിമ കണ്ടതാണ്, കാണാതെ വെറുതെ അഭിപ്രായം പറയുന്നതല്ല. അതിലെ പല രംഗങ്ങളും യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കാത്തതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എന്നാൽ കുറേ ഭാഗങ്ങളൊക്കെ യാഥാർത്ഥ്യങ്ങളുമായിട്ട് ബന്ധമുള്ളതാണ്. നല്ല ഭാഗങ്ങളും യാഥാർത്ഥ്യമായിട്ട് ബന്ധങ്ങളില്ലാത്തത് തന്നെയാണ്. എന്നിട്ടും ആ സിനിമയ്ക്കാണ് ഈ വർഷത്തെ അവാർഡ് കൊടുത്തത്. പിന്നെ ഷാറൂഖ് ഖാന് കൊടുത്ത അവാർഡ്. ഷാറൂഖ് ഖാന് ഈ കൊടുത്ത സിനിമയ്ക്ക് എന്തായാലും അദ്ദേഹം അവാർഡ് അർഹിക്കുന്നില്ല. ഷാറൂഖ് ഖാന് ഇവിടെ അവാർഡ് കൊടുക്കണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് ഷാറൂഖ് ഖാൻ്റെ അഭിനയം ശരിയല്ലെന്നോ ഒന്നുമല്ല അർത്ഥം. പക്ഷെ ആ സിനിമയിൽ അദ്ദേഹം അതിനേക്കാൾ നല്ല സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സിനിമകളിൽ അദ്ദേഹം നല്ല രീതിയിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അതൊന്നും ചെയ്യാതെ പക്ഷേ ഈ സിനിമയ്ക്കാണ് അവാർഡ് കൊടുത്തത്. അതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. ഞാനത് വഴിയെ പറയാമെന്ന്. ഇപ്രാവശ്യം അങ്ങനെ കൊടുക്കേണ്ടി വന്നതാണത് വഴി. ശരിക്കും പൃഥ്വിരാജിന് കൊടുക്കാൻ പറ്റാതെയുമായി. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ എല്ലാവരും കാണുന്ന രീതിയല്ല എനിക്ക് തോന്നിയത്. ജവാൻ എന്ന സിനിമയിലെ ഷാറൂഖ് ഖാൻ്റെ അഭിനയവും ആടുജീവിതത്തിലെ പൃഥ്വിരാജിൻ്റെ അഭിനയവും തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്ത് നോക്കിയാൽ 100% പൃഥ്വിരാജിൻ്റെ സിനിമ തന്നെയാണ് മികച്ച സിനിമയായി നിൽക്കുന്നതും പൃഥ്വിരാജിൻ്റെ അഭിനയം തന്നെയാണ് വളരെ വ്യത്യസ്തമായ ഒരു അഭിനയമായി തോന്നിയതും. അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശരീരഭാരം തന്നെ വളരെയേറെ കുറച്ച്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ പൃഥ്വിരാജാണോ എന്ന് പോലും തോന്നാത്ത രീതിയിൽ, യാഥാർത്ഥ്യവുമായിട്ട് ബന്ധം വരത്തക്ക രീതിയിൽ യഥാർത്ഥത്തിലുള്ള ഒരു ആടുജീവിതം നയിക്കുന്ന ഒരു മനുഷ്യൻ്റെ അതേ രൂപത്തിലും ഭാവത്തിലും ശരീരമൊക്കെ മാറ്റി എടുക്കുകയായി അദ്ദേഹം ചെയ്തു. അത്രത്തോളം ബുദ്ധിമുട്ടി. ആ കൊറോണയുടെ കാലത്താണ് അത് ഷൂട്ട് ചെയ്തിരുന്നത് തന്നെ. കൊറോണ സമയത്ത് അദ്ദേഹം ചെന്ന് ജോർദാനിലും കണ്ട കുറേ നാൾ കിടക്കുകയൊക്കെ ചെയ്തു. ഒരുപാട് ദിവസം അവിടെ പെട്ട് കിടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിൽ പെട്ട് വളരെയേറെ ബുദ്ധിമുട്ടിയിട്ട് എടുത്തൊരു സിനിമയാണത്. എന്നിട്ടും ആ സിനിമയ്ക്ക് അവാർഡ് കൊടുക്കാതെ കേരള സ്റ്റോറിക്ക് കൊടുത്തു. കേരള സ്റ്റോറി സ്വാഭാവികമായിട്ടും അത് നമ്മുടെ സംസ്ഥാനത്തെ തന്നെ അധിക്ഷേപിക്കുന്ന ഒരു സിനിമയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കേരളത്തിൽ നടക്കാത്ത സംഭവങ്ങളൊക്കെയാണ് അവരതിനെ വളരെയേറെ വർണ്ണിച്ചും പെരുപ്പിച്ചും ഒക്കെ കാണിച്ച് ആ സിനിമ വിജയിപ്പിച്ചത്. ഈ സിനിമ കേരളത്തിൽ അത് നിരോധിച്ചതാണ്. ഈ നിരോധനമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഈ സിനിമ കാണാനുള്ള ത്വര കൂടുതൽ ഉണ്ടാക്കി കൊടുത്തത്. അന്നേ ഇതിനെ ഒരു ഫീച്ചർ ഫിലിമായി നമ്മൾ വിമർശിക്കാതെ ഇതിനെ തള്ളിക്കളഞ്ഞിരുന്നെങ്കിൽ ഇത്രത്തോളം ഈ സിനിമ ചർച്ച ചെയ്യപ്പെടില്ലായിരുന്നു. കേരളത്തിന്റെ ഒരു കുഴപ്പം ഇതാണ്. എന്തെങ്കിലും ഒരു ചെറിയൊരു വിഷയമുണ്ടെങ്കിൽ അതിനെ പിടിച്ച് തൂങ്ങി പിന്നെ അതിനെ വളരെ പ്രശംസയിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ ഇതൊക്കെ ഒരു സിനിമയായിട്ട് തന്നെ അങ്ങനെ അങ്ങ് തള്ളിക്കളയുക. ആ തള്ളിക്കളയാത്തത് കൊണ്ടാണ് ഇത് ഇത്രയും ഫേമസ് ആകുന്നതും കേരളത്തിൽ ഇത് ഇറങ്ങാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് വടക്കേ ഇന്ത്യയിൽ പ്രചരണം നടത്തിയാണ്. അപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്താണപ്പോൾ ഇത് കേരളത്തിൽ ഇറക്കാൻ സമ്മതിക്കാത്തത്, അപ്പോൾ ഇത് കേരളത്തിലെ സ്റ്റോറിയാണോ, കേരളത്തിൽ നടക്കുന്ന സംഭവം തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് അവർക്ക് കാണാനുള്ള ഒരു ഇൻട്രസ്റ്റും ത്വരയൊക്കെ ഉണ്ടാവും. അതിനുള്ളൊരു അവസരമാണ് ഇവിടെ നമ്മൾ ഒരുക്കി കൊടുത്തത്. ആ അവസരമാണ് ഈ സിനിമയ്ക്ക് ഇന്ന് അവാർഡ് വരെ കൊടുക്കാൻ ജൂറികൾ തീരുമാനിച്ചത്. ഇപ്രാവശ്യത്തെ അവാർഡിൽ വിജയരാഘവന് കൊടുത്ത അവാർഡ് മാത്രമാണ് എനിക്ക് കുറച്ചെങ്കിലും യോജിക്കാൻ കഴിഞ്ഞ ഒരു അവാർഡ്. ബാക്കിയുള്ളതൊന്നും യോജിക്കാൻ കഴിയുന്ന അവാർഡുകളല്ല. പിന്നെ ഊർവശിക്കും കൊടുത്തിരിക്കുന്നു. ഊർവശിക്കും ഒരു മെയിൻ ആക്ട്രസിൻ്റെ അവാർഡല്ല കൊടുത്തിരിക്കുന്നത്, സഹനടിക്കുള്ളതാണ്. അതെന്തായാലും ആയിക്കോട്ടെ, കുഴപ്പമില്ല. കേരള സ്റ്റോറിയിൽ യഥാർത്ഥ സിനിമയാണെന്ന് പറഞ്ഞെടുത്തൊരു സിനിമയാണ്. കേരളത്തിലെ ജനങ്ങളെല്ലാം എല്ലാ ദിവസവും ഇലയിട്ട് ഫുഡ് കഴിക്കുന്നവരാണോ? എന്നാൽ അതിൽ കാണിക്കുന്നത് അങ്ങനെയാണ്. എല്ലാ മലയാളികളും ഇലയിട്ടാണ് ആഹാരം കഴിക്കുന്നത്. നമ്മൾ അങ്ങനെയാണോ? മലയാളികളിൽ ഹിന്ദുക്കളായ ആൾക്കാർ ഓണത്തിനും വാവിനുമൊക്കെ മാത്രമേ ഇങ്ങനെ ഇലയിട്ട് കഴിക്കാറുള്ളൂ. അവരുദ്ദേശിച്ചത് കേരളത്തിലെ ജനങ്ങളെന്ന് പറയുന്നത് എല്ലാവരും ബ്രാഹ്മണരാണ് എന്നുള്ളതാണ് അവരുദ്ദേശിച്ചിരിക്കുന്നത്. അവിടെ പോലും ബ്രാഹ്മിൻസിന്റെ വീട്ടിൽ പോലും നിത്യേന ഇലയിട്ടല്ല ഭക്ഷണം കഴിക്കുന്നത്. അതുപോലെ തന്നെ പെൺകുട്ടികളെല്ലാവരും, കേരളത്തിലെ പെൺകുട്ടികൾ മൊത്തത്തിൽ പാവാടയും ബ്ലൗസും ഇട്ട് തലയിൽ മുല്ലപ്പൂഞ്ച് കൂടി എപ്പോഴും നടക്കുന്നവരല്ല. നമ്മുടെ വസ്ത്രധാരണം പോലും അവർ കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല. ആഹാര രീതിയും കറക്റ്റായിട്ട് ചെയ്തില്ല. അതുപോലെ തന്നെ സംഭാഷണവും കേരളത്തിലെ ജനങ്ങൾ സംസാരിക്കുന്ന രീതിയിലാണോ ആ സിനിമയിൽ സംസാരിച്ചിരിക്കുന്നത്? അതൊക്കെ വെറും പൊട്ടത്തരങ്ങളാണ് ചെയ്തിരിക്കുന്നത്. എങ്കിലും ആ സിനിമയ്ക്കാണ് കൊടുത്തിരിക്കുന്നത് അവാർഡ്.
അവാർഡ്. 36,000 പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയെന്നും അത് അങ്ങനെ ചെയ്തെന്നൊക്കെ പറഞ്ഞ് സിനിമ ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. കേരളത്തിലെ റിയൽ സ്റ്റോറി എന്നാണ് അതിന് പേരും കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ കൊണ്ടാണ് ആ സിനിമ ശരിയല്ല എന്ന് നമ്മൾ പറയുന്നത്. ആ സിനിമയുടെ അഭിനയമല്ല, ഫോട്ടോഗ്രാഫി, അത് ഇത് എന്തൊക്കെ ആയിക്കോട്ടെ, പക്ഷെ അതിൻ്റെ കണ്ടന്റ് ശരിയല്ലാത്ത രീതിയിലാണ് ചെയ്തിരുന്നത്. ഒരു യാഥാർത്ഥ്യമായിട്ട് ബന്ധമുള്ള ഒരു കാര്യമായിരുന്നില്ല. ചെറിയ ചെറിയ സംഭവങ്ങൾ, അതിപ്പോൾ എവിടെയാണ് ഉണ്ടാകാത്തത്, എല്ലാ ഭാഗത്തും ഉണ്ടാകുന്നുണ്ട് കുറച്ച് സംഭവങ്ങളൊക്കെ. അത് എല്ലാ രീതിയിൽക്കാരും എല്ലാ ആൾക്കാരും ചെയ്യുന്നുണ്ടത്. ഒരാൾക്കാരെ മാത്രം എന്ന് പറയാനൊന്നും കഴിയില്ല. അതിനെ മാത്രം ഒരു വിഭാഗത്തെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അത് അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി എന്ന് സംഭവങ്ങൾ കാണിച്ചിരിക്കുന്നു. ഇതിനെയാണ് യാഥാർത്ഥ്യമായിട്ട് അത് ബന്ധമില്ലാത്തൊരു സിനിമയാണ് എന്നെനിക്ക് തോന്നിയത്. കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്കല്ലേ കേരളത്തിൻ്റെ സ്ഥിതിഗതികൾ അറിയാൻ കഴിയുള്ളൂ. നമ്മൾ കേരളത്തിൽ കാണുന്നില്ലേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഇല്ലാത്തൊരു സംഭവമല്ലേ. എന്നാൽ വടക്കേ ഇന്ത്യയിൽ പ്രചരണം നടത്തുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ ജീവിക്കാൻ സമ്മതിക്കാതെ മതപരിവർത്തനം നടക്കുകയാണ്, ബലാത്കാരം നടക്കുകയാണ്, പെൺകുട്ടികൾ കോളേജിൽ പോകാൻ പറ്റുന്നില്ല, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, എല്ലാവരും തട്ടിക്കൊണ്ട് മതപരിവർത്തനം നടത്തുന്നുണ്ട് എന്നൊക്കെയാണ് വടക്കേ ഇന്ത്യയിലൊക്കെ പ്രചരിപ്പിക്കുന്നത്. ഇതുപോലെ തന്നെ ഇന്ത്യയിലെ കാര്യം ബംഗ്ലാദേശിലൊക്കെ പ്രചരിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല, ക്രിസ്ത്യാനികൾക്ക് ജീവിക്കാൻ കഴിയില്ല, അവിടെ ഹിന്ദുക്കൾ മാത്രമാണ്, എല്ലാവരെയും വെട്ടിക്കൊല്ലുകയാണ്, കുത്തിക്കൊല്ലുകയാണ്, പിടിച്ചു എന്നൊക്കെയാണ് പ്രചരണം നടത്തുന്നത്. അതേപോലെ തന്നെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ അത്രയും കൊന്നൊടുക്കുകയാണ്, അവിടെ ഭയങ്കര പ്രശ്നമാണ്, അതാണ് ഇത്. എന്നാൽ ഞങ്ങളോടൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ഹിന്ദുക്കളായ ബംഗ്ലാദേശികളുണ്ട്. നമ്മൾ അവരോടൊക്കെ ചോദിക്കും ഇങ്ങനെയൊക്കെ ഇന്ത്യയിൽ പ്രചരണം നടക്കുന്നല്ലോ, എന്തെങ്കിലും യാഥാർത്ഥ്യങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന, മലയാളികൾ പറയുന്ന അതേ കാര്യം തന്നെയാണ് അവരും പറയുന്നത്. ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടെന്നല്ലാതെ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെറിയ രീതിയിലൊക്കെ നടക്കുന്നതല്ലാതെ നിരന്തരമായി അവിടെ അങ്ങനെ ഒരു ശല്യമോ പ്രശ്നങ്ങളോ ഇല്ല എന്ന് സകല ബംഗാളികളും പറയുന്നു. എന്നാൽ ഇന്ത്യയിലാണെങ്കിൽ പ്രചരണം നടക്കുന്നത് ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ അത്രയും കൊന്നെടുക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇതേ ഒരു കഥയാണ് ഈ കേരള സ്റ്റോറിക്കകത്തും കൊണ്ടുവച്ചിരിക്കുന്നത്. കേരളത്തിലെ പെൺകുട്ടികളെ അത്രയും തട്ടിക്കൊണ്ടുപോയി മതം മാറ്റണമെന്നും കൊണ്ട് പീഡിപ്പിക്കണമെന്നും, പീഡിപ്പിക്കാൻ നിന്ന് കൊടുക്കുന്നവരെ കൊണ്ടുപോയി പീഡിപ്പിക്കുന്നുണ്ട്, പോകുന്നവർ പോകുന്നുണ്ട്. കുറേ പെൺകുട്ടികൾ പോയിട്ടുണ്ട്, ഇപ്പോഴും ആട് മേയ്ക്കാനെന്ന് പറഞ്ഞൊക്കെ ചെന്നിട്ട് ജയിലിലൊക്കെ കിടക്കുന്നുണ്ട്. അത് അവരുടെ കുണ്ടിക്കൊഴുപ്പ് കൊണ്ട് പോയതാണ്, അല്ലാതെ കേരളത്തിൽ നിന്ന് ആരും തട്ടിക്കൊണ്ട് പോയതോ പിടിച്ചോണ്ട് പോയതൊന്നുമല്ല. മറ്റൊരാൾ ശ്രമിച്ചു എന്ന് വിചാരിച്ചും കൊണ്ട് നമ്മളതിന് വഴിപ്പെട്ട് കൊടുക്കണമെന്നുണ്ടോ? ഇന്ന് കേരളത്തിലെ കാര്യങ്ങൾ അറിയാവുന്ന മനുഷ്യരല്ലേ എല്ലാവരും. പിന്നെ കൂടെ പോയിട്ട് വേറെ വർത്തമാനം പറഞ്ഞുകൊണ്ട് തട്ടിക്കൊണ്ട് പോയതാണെന്ന് പറയുന്നതിനകത്ത് എന്തർത്ഥമാണുള്ളത്? നമ്മുടെ കുട്ടികളെയൊക്കെ വളർത്തേണ്ട രീതിയിലും പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കേണ്ട രീതിയിലും ഒക്കെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയും വളർത്തിയൊക്കെ എടുക്കണം. നമ്മൾ റോഡിൽ ഇറങ്ങുമ്പോൾ വാഹനങ്ങളുണ്ട്, നമ്മളെന്താ റോഡിന് നടുക്കൂടെ നടന്നു പോകാത്തത്? നമ്മൾ സൈഡിൽ കൂടെ നടന്നു പോകുന്നത്, നമുക്കറിഞ്ഞൂടെ വാഹനം വരുന്നുണ്ടെന്ന്? അപ്പോൾ അറിയാമോ? അതുപോലെ തന്നെ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെയുള്ള ഒരുപാട് അപകടങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്, അപ്പോൾ നമ്മളതെല്ലാം ശ്രദ്ധിക്കണം. അതിനുവേണ്ടി ആരെങ്കിലുമൊക്കെ ശ്രമിച്ചാൽ, നമ്മൾ ഒരാൾ മദ്യപിക്കരുത് അല്ലെങ്കിൽ മദ്യം ദോഷമാണെന്ന് മക്കളുടെ അടുത്ത് നമ്മൾ അച്ഛനും അമ്മയെ പറഞ്ഞു കൊടുക്കല്ലേ, സിഗരറ്റ് വലിക്കല്ലെന്ന് പറഞ്ഞു കൊടുക്കുന്നില്ലേ? ഒരുപാട് കാര്യങ്ങൾ മാതാപിതാക്കൾ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത് ബോധവൽക്കരിച്ച് വേണം നമ്മൾ വളർത്താൻ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇൻ്റർനെറ്റ് പോലുള്ള ഇത്രയും സംവിധാനങ്ങളുള്ള ഒരു സംസ്ഥാനത്തൊക്കെ തീർച്ചയായിട്ടും നമ്മൾ നല്ല രീതിയിൽ ബോധവൽക്കരണം കൊടുക്കേണ്ടതുണ്ട്. അത് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എല്ലാ ലോകത്തും ഉള്ളതാണ് ഈ വലവീശലുകളൊക്കെ. അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് കണ്ടു പോവേണ്ടതാണ്. നമ്മളൊക്കെ എത്രയോ വർഷം കൊണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ താമസിക്കണം, നമ്മളെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് മതം മാറ്റി കയറണം? ഒന്നുമില്ല, മാറ്റാൻ ശ്രമിക്കും. നടന്നില്ലെങ്കിൽ അവർ വിട്ടിട്ട് അവരെ പണിക്ക് പോകും. എല്ലാത്തിനും ശ്രമിച്ചു നോക്കാറുണ്ട്. മക്കളെ കോളേജ് വിട്ട് കഴിഞ്ഞാൽ കഞ്ചാവ് കൊടുത്ത് കേടാക്കാൻ ആൾക്കാരുണ്ട്, പെൺകുട്ടികളെ പ്രേമിച്ചു കൊണ്ടുപോകാൻ ആൾക്കാരുണ്ട്. ഇതൊക്കെ നമ്മൾ പറഞ്ഞ് ബോധവൽക്കരിച്ച് വളർത്തി കഴിഞ്ഞാലേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുള്ളൂ. അല്ലാതെ വേറെ ആരെങ്കിലും തോളിൽ ചാരിയിട്ട് വല്ല കാര്യമുണ്ടോ? PC ജോർജും മറ്റേ വെള്ളാപ്പള്ളിയൊക്കെ പറഞ്ഞ പോലെ മറ്റുള്ളവരൊക്കെ പ്രസവിച്ചു കൂട്ടുന്നു, ഞങ്ങൾക്ക് വയ്യ. നിങ്ങൾക്ക് പ്രസവിച്ചൂടെ? നിങ്ങൾക്ക് പ്രസവിക്കല്ലേ? നിങ്ങളുടെ പെണ്ണുങ്ങളൊക്കെ എന്താ കിടന്ന് ഉറങ്ങണം, അവരെയൊക്കെ പെറിയിക്കുക, അപ്പോൾ പ്രശ്നം തീർന്നില്ലേ? ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയണത് എന്തിന്? അതുപോലെയാണ് ഈ സിനിമയിൽ ആവശ്യമില്ലാത്ത വിഷയങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റും. കേരളത്തിൽ ഒരു വർഷം എന്ന് പറഞ്ഞാൽ 150 സിനിമകൾ ഇറങ്ങുന്നു. ആ സിനിമകളിൽ എത്ര സിനിമയാണ് ആൾക്കാർ കാണുന്നത്? ഏറിയ ഒരു 10-20 സിനിമ മാത്രമാണ് പൊതുജനങ്ങളിൽ കൂടുതൽ പേരും കാണുന്നത്. ബാക്കിയുള്ള സിനിമകളെല്ലാം 1-2 ദിവസം തിയേറ്ററുകളിൽ വന്ന് അതിൻ്റെ പണി നോക്കി പോവുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഈ കേരള സ്റ്റോറി. അതുപോലെ 1-2 ദിവസം ഓടി ഇത് ശാന്തമായി അടങ്ങിപ്പോകേണ്ട ഒരു സിനിമയായിരുന്നു. അതിനെ നമ്മളാണ് ശരിക്കും മലയാളികളായ നമ്മളാണ് ഈ സിനിമയെ ഇത്രയും ഫോക്കസ് ചെയ്തതും ഇത്രയും ഭയങ്കര സംഭവമാണെന്ന് കാണിച്ചു കൊടുത്ത് ഈ വടക്കേ ഇന്ത്യയിലൊക്കെ ഇത്രയും ആൾക്കാർ കാണാനും ഇത് ഇത്രയും ഓടാനും ഇന്ന് രഹസ്യമായിട്ടൊക്കെ ആൾക്കാർ ഓരോ പ്രദേശത്ത് കൊണ്ടുവച്ച് ഈ സിനിമകൾ കാണിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ശരിക്കും മലയാളികളാണ്. നമ്മൾ എതിർക്കാതിരുന്നെങ്കിൽ ഇത് ഒരു പുല്ലും അല്ലായിരുന്നു, അത് അങ്ങനെ അങ്ങ് കെട്ടടങ്ങി പോയേനെ. ഇതൊക്കെയാണ് ഈ സിനിമയെക്കുറിച്ചുള്ള കാര്യങ്ങൾ. ഇനിയാണ് ഷാറൂഖ് ഖാൻ എന്തിന് അവാർഡ് കൊടുത്തു എന്നുള്ള വിഷയം വരുന്നത്. ഷാറൂഖ് ഖാന് ഒരു അവാർഡ് കൊടുക്കാനുള്ള അഭിനയമൊന്നും അദ്ദേഹം കാഴ്ചവെക്കുന്നില്ല. എങ്കിലും പിന്നെയും എന്തിന് അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തു എന്നുള്ള ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത്. ഇപ്രാവശ്യത്തെ അവാർഡ് ഒരു മുസ്ലിമിന് കൊടുക്കേണ്ടത് ജൂറിയുടെ ആവശ്യമാണ്, അല്ലെങ്കിൽ അതൊരു വിവാദമാവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നവർക്ക് മനസ്സിലായി. കാരണം ആടുജീവിതത്തെ തള്ളി കേരള സ്റ്റോറിക്ക് അവാർഡ് കൊടുക്കുമ്പോൾ കേരള സ്റ്റോറിക്ക് കൊടുക്കുന്ന അവാർഡിന്റെ ബാലൻസ് ചെയ്യണമെങ്കിൽ ഒരു മുസ്ലിമിന് അവാർഡ് കൊടുത്ത് അവിടെ
ശാന്തത ഉണ്ടാക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഈ വിഷയം ഒരുപാട് ചർച്ച ചെയ്യുകയും ഒരുപാട് സമരങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവേണ്ട ഒരു വിഷയമായിരുന്നു. അതിന് തണുപ്പിക്കാൻ ജൂറി കണ്ട ഒരു മാർഗമായിരുന്നു ഈ ഷാറൂഖ് ഖാൻ എന്ന മുസ്ലിമിന് അവാർഡ് കൊടുത്തത്. അല്ലെങ്കിൽ ഒരിക്കലും ഷാറൂഖ് ഖാന് കൊടുക്കൂല, ഈ അവാർഡ് പൃഥ്വിരാജിന് തന്നെ കിട്ടുമായിരുന്നു. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഇതാണ്. ഇവിടെ ജൂറി ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു കൈ കൊണ്ട് തല്ലുകയും മറുകൈ കൊണ്ട് ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരു നയമാണ്. ഈ രീതിയിൽ ഒരു ബാലൻസിങ് നടത്തിയാണ് ഈ സിനിമയിൽ ഈ അവാർഡ് ഇപ്രാവശ്യം അവർ ബാലൻസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ പറയുമ്പോൾ പ്രധാന അവാർഡ് കൊടുത്തിരിക്കുന്ന ഒരു മുസ്ലിം ആണല്ലോ. ഞങ്ങൾക്ക് മുസ്ലിം വിരോധം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഷാറൂഖ് ഖാൻ അവാർഡ് കൊടുക്കില്ലല്ലോ. കേരള സ്റ്റോറിക്ക് കൊടുത്തതിനെ ചോദ്യം ചെയ്യുമ്പോൾ അവർക്ക് പറയാനുള്ള ഒരു കാരണത്തിന് വേണ്ടിയിട്ടാണ് ഷാറൂഖ് ഖാൻ ഇപ്രാവശ്യം അവാർഡ് കൊടുത്തില്ല. അല്ലെങ്കിൽ 100% അവർ ഷാറൂഖ് ഖാൻ കൊടുക്കില്ലായിരുന്നു. ഇങ്ങനെ ഒരു വിഷയം വന്നതുകൊണ്ടാണ് ഷാറൂഖ് ഖാന്റെ സിനിമയെ തിരഞ്ഞെടുത്ത് ഷാറൂഖ് ഖാൻ ഒരു അവാർഡ് കൊടുത്തു. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. എന്തായാലും ഇപ്രാവശ്യത്തെ ജൂറിയുടെ തീരുമാനം 100% തെറ്റായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഇപ്രാവശ്യം കൊടുത്ത അവാർഡുകളൊന്നും അർഹതപ്പെട്ടവർക്കല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്.